ശ്രീ എം ജയചന്ദ്രൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ കൃത്യമായ സുതാര്യത കുറവുണ്ട്. അതുമാത്രമല്ല, ആദ്യഘട്ടത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർത്തി രംഗത്ത് വന്നവർ പിന്നീട് ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയും സമഗ്രമായ ഒരു അന്വേഷണമാണ് വരുന്നത് എന്നറിയുമ്പോൾ സത്യത്തിൽ അസ്തപ്രജ്ഞരായി നിൽക്കുന്നതുമൊക്കെ ഇന്നലെ നിയമസഭയിലടക്കം നാം കണ്ടതാണ്. കോൺഗ്രസ്, വി ഡി സതീശനൊക്കെ എന്തൊരു ന്യായീകരണമാണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് കേൾക്കണം. നമുക്കത് കേൾക്കാം. ശ്രീ ജയചന്ദ്രൻ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജയചന്ദ്രൻ. അതെ, അത് പറയുമ്പോ ഇപ്പോ സഭാ സമ്മേളനം 20-ാം തീയതി തുടങ്ങിയ രാജിംഷാദെ, ഈ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനമാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2 ആഴ്ചത്തെ സമ്മേളനം ചേർന്നിരുന്നല്ലോ, 2025. ആ സമ്മേളനത്തിൽ 2 ആഴ്ചയില്ല, 11 ദിവസം. ആ 11 ദിവസത്തില് ഈ പ്രതിപക്ഷം 5 ദിവസം സഭ ബഹിഷ്കരിച്ചു. എന്തിനാണെന്നറിയുമോ? ഈ SIT വേണ്ട, CBI മതി, CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ സംഘമാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF എന്ന പ്രതിപക്ഷ മുന്നണി എന്നുള്ളത് ആരും മറന്നുപോകാൻ പാടില്ല. വിശേഷിച്ചും കോൺഗ്രസ്സുകാർ, സതീശനെങ്കിലും അത് മറന്നാലും നമ്മളൊക്കെ ഇത് ഓർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. SIT വേണ്ട, ഇന്ന് ന്യായീകരിച്ചത് ഒന്ന് കേൾപ്പിച്ചു തരാം, അപ്പോൾ അറിയാം ഇവരുടെ ഈ മലക്കം മറച്ചിലിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെ നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. കടകംപള്ളി കോടതിയിൽ പോയപ്പോൾ ഞാൻ തെളിവ് മാധ്യമങ്ങൾക്കല്ല കോടതിയിൽ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇന്ന് കോടതിയിൽ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു വിശദീകരണവും ഇല്ല, മലക്കം പറഞ്ഞു. പുറത്തു പറഞ്ഞത് വലിയ തെളിവുകളുണ്ടെന്നാണ്. അത് ശങ്കരാടിയുടെ കയ്യിലെ രേഖ പോലെയായി. ഞാൻ ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ന്യായീകരിക്കുന്നു ഒന്ന് കേൾപ്പിക്കാം. വി ഡി സതീശനും ചെന്നിത്തലയും. ആർക്ക് വേണമെങ്കിലും പോവാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് അല്ല, എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. കാരണം അവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഒരു പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധം ഉണ്ടാകാം. അത് കവിഞ്ഞെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ്, ഇങ്ങനെ ആയിരുന്നില്ല. AI ഉപയോഗിച്ച് കൃത്രിമമായ ദൃശ്യങ്ങൾ പോലും ഉണ്ടാക്കി അതിനുവേണ്ടി പോലും കാര്യങ്ങൾ ചമയ്ക്കാൻ ഉത്സുകത കാട്ടിയവരാണ്. SIT പോരാ, CBI വേണമെന്ന് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞവരാണ്. അതിൻ്റെ പേരിൽ നിയമസഭ പോലും ബഹിഷ്കരിക്കുന്ന ഘട്ടമുണ്ടായവരാണ്. പിന്നീട് അതിനുശേഷം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, കോടതി തൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യം, ഇതൊക്കെ വന്നപ്പോഴാണ് ഹൈക്കോടതിക്ക് പോലും സൂചിപ്പിക്കേണ്ടി വന്നു ഈ വിഷയത്തിൽ ഈ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നടത്തുന്ന പുറത്തു നിന്നുള്ള സമ്മർദ്ദം, ആ അന്വേഷണത്തെ പോലും വ്യതിചലിപ്പിക്കാൻ ഉതകുന്ന വിധം ഉള്ള സമ്മർദ്ദത്തെ സംബന്ധിച്ച് വിമർശിക്കേണ്ടി വന്നു. ശ്രീ എം ജയചന്ദ്രൻ, വളരെ ഗൗരവമാണ് സാഹചര്യം. ഇത് കോൺഗ്രസിൻ്റെ തുണി ഉരിഞ്ഞു വീഴുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ CBI അന്വേഷണം അല്ലാതെ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിച്ച, തുടർച്ചയായി 5 ദിവസം നിയമസഭ ബഹിഷ്കരിച്ച് പോയ ഈ പ്രതിപക്ഷം ഒക്ടോബർ 10-നാണ് SIT രൂപീകരിക്കുന്നത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച്. അതിനുശേഷം ഇപ്പോൾ 6 പ്രാവശ്യം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പൂർണ്ണ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താണ് സംഭവിച്ചത്? ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ ഈ നാണിക്കേണ്ട സ്ഥിതി ഒന്നും ഈ പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും SIT അംഗീകരിക്കാതെ മാർഗമില്ല എന്നുള്ളതായി. അതാണല്ലോ ഇപ്പൊ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സതീശനും പറയുന്നത് ഇപ്പൊ അതാണല്ലോ, ഞങ്ങൾ SITയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്നില്ല ഇപ്പോ എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഈ സഭയാണല്ലോ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ദേവസ്വം മന്ത്രി അങ്ങ് രാജിവെച്ചാൽ മതി. അപ്പൊ മറുചോദ്യം ഇതാണ്, ദേവസ്വം മന്ത്രിയെ പറ്റി എന്തെങ്കിലും SIT കണ്ടെത്തിയോ? അതിന് ഹൈക്കോടതി എന്തെങ്കിലും നിരീക്ഷണം നടത്തിയോ? ED എന്തെങ്കിലും പറഞ്ഞോ? നമ്മളാരും കേട്ടില്ല, മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാണ് ഇത് രാജിവെക്കുന്നത്? അത് ധാർമ്മിക ഉത്തരവാദിത്വം രാജിവെക്കണം. ഇദ്ദേഹം LLB ആണെന്നും
പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. ആ മനുഷ്യന് നിയമസാക്ഷരത ഉള്ള നിലവാരം പോലും കാണിക്കാത്തത് അത്ഭുതപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് അജിംഷാദെ വാസ്തവത്തിൽ. ഇനി അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വക്കീൽ പണിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ ക്ലയന്റിനെ കിട്ടില്ല. ഇങ്ങനെയുള്ള വാദങ്ങൾ ഏതെങ്കിലും കക്ഷികൾ ഇങ്ങനെ ആശ്രയിച്ച് ചെല്ലുവോ? എങ്ങനെ ചെല്ലും? ഇതല്ലേ കളി. അപ്പൊ അത് അത്തരത്തിലുള്ള പരിഹാസ്യമായ വാദങ്ങളാണ് കേരളീയ പൊതു മനസാക്ഷി പോലും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വെറുതെ അല്ല, അത് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഭരണപക്ഷത്തിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് മറച്ചു വെക്കാൻ യാതൊന്നുമില്ല എന്നും ഏത് കാര്യവും തങ്ങൾ നിയമസഭയുടെ ഫ്ലോറിൽ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നും ഒരു വെല്ലുവിളി എന്ന് പറയുന്നില്ല എങ്കിലും ആ തരത്തിൽ ധൈര്യസമേതം മുന്നിട്ടിറങ്ങി ഭരണപക്ഷം ഇന്നലെ കാണിച്ചല്ലോ, പറഞ്ഞല്ലോ. ആ ഭരണപക്ഷം കാണിച്ച ആ ആർജവം ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കാനുള്ള നട്ടലില്ലായ്മയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നട്ടലിന്റെ പകരം വാഴപ്പിണ്ടിയാണ് ഇന്നലെ പ്രതിപക്ഷം നിയമസഭയിൽ കാണിച്ചത്. അതായിരുന്നു ഇന്നലത്തെ നിയമസഭയിൽ അവിടെ പ്രകടനം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതാണ്